നമസ്തേ. ഇന്ന് ഡബിൾ ബാരൽ ഞങ്ങളൊരു പുതിയ ഒരു എപ്പിസോഡുമായിട്ട് ഇന്ന് നിങ്ങളെ മുന്നിൽ വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടണൊക്കെ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉണ്ടായ ഒരു ചെറിയ ടോക്ക്, നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അതിഭയങ്കരമായ ഒരു അവതരണം, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചെറിയൊരു ചർച്ചയല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുറന്നു പറയാം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളെ പ്രതിപക്ഷ നേതാവിന് ഒരു കാസ്റ്റ് സെൻസസ് വേണമെന്നാണ് പറയുന്നത്. കാസ്റ്റ് സെൻസസ് വേണം. ഇന്ത്യയിൽ ഭയങ്കര സ്പീഡായിട്ട്, അതിന് സമയമില്ല, ഒരു കാസ്റ്റ് സെൻസസ് ഉണ്ടായേ പറ്റൂ എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിന്റെ വാഗ്വാദങ്ങളായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് ചർച്ചയുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ആലോചിക്കുന്നത് എന്താ വെച്ചാല്, നമ്മള് ഇന്ന് ഭാരതം പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 60 വർഷത്തോളം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്ഥാനം ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ എന്തുണ്ടായി? ഈ ജാതി വ്യവസ്ഥയെ എന്തു ചെയ്യാൻ പറ്റി? ഇപ്പൊ അവര് പറയുന്നത് പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഈ രാജ്യത്തിന്റെ വിഭവങ്ങളൊക്കെ ഈക്വലായിട്ട് കിട്ടണമെങ്കിൽ ഒരു ജാതീയ സെൻസസ് നടത്തി പട്ടികജാതി വേറെ, ആദിവാസികളെ വേറെ, ബ്രാഹ്മണരെ വേറെ, അങ്ങനെ ഓരോ വിഭാഗത്തിനെയും വേറെ വേറെയാക്കി ഡിവൈഡ് ചെയ്ത്, പഴയ ബ്രിട്ടീഷ് സ്വഭാവം വീണ്ടും കൊണ്ടുവന്ന് എല്ലാവരും ഡിവൈഡ് ചെയ്ത് തമ്മിൽ തല്ലിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു വിദ്വേഷത്തോട് കൂടി കാണണം. ഇന്നിപ്പോ കുറെ നമ്മൾ വളർന്ന് നമുക്കിപ്പോ ചിലപ്പോ ഞാൻ ഏതാ ജാതി എന്നൊന്നും മറ്റുള്ളവർക്ക് അറിയലൊന്നും ഉണ്ടാവില്ല. ഹിന്ദു ആണെന്ന് അറിയാമായിരിക്കും, കാരണം ഞാൻ ഒരു ഹിന്ദു ഇത് ഫോളോ ചെയ്യുന്നത്, എൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ ഹിന്ദു ആണെന്ന് മനസ്സിലായി. അല്ലാതെ ഞാൻ കേരളത്തിലായത് കൊണ്ട് ഇപ്പൊ ഞാൻ നായരാണോ, ഞാനൊരു ഹരിജൻ ഇതില് ജനിച്ചതാണോ, അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനെ ഉപജാതികൾ, പല ജാതികളുണ്ട്, ഈ ഇതിലേതെങ്കിലും ജാതികളിൽ ജനിച്ചതാണോ എന്ന് അറിയില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. കാരണം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ എല്ലാ മോശത്തരങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതേ സംഗതി തന്നെ തുടർന്നു പോകണം എന്ന് ഇന്നത്തെ ഈ പുരോഗമന കാലഘട്ടത്തിൽ ഇവരൊക്കെ ചിന്തിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ജാതീയതയൊക്കെ വിട്ട് നമ്മൾ അതൊക്കെ ഹിന്ദു ഉള്ളത് വേണം. ഹിന്ദുവിന്റെ ഒരു സെൻസസ് എടുക്കാൻ വേണമെങ്കിൽ മുസ്ലിമിൻ്റെത് എടുക്കാം, എത്ര ക്രിസ്ത്യാനി ഉണ്ട് എന്നൊക്കെ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് വലിയ കുഴപ്പമില്ല, ഹിന്ദു എത്രയാന്ന് അറിയാലോ. അതിനുവേണ്ടി അല്ലാതെ ആ ഹിന്ദുവിന്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണ്ടേ ഒരു ചിന്താഗതി കോൺഗ്രസിന് എന്തുകൊണ്ട് ഇപ്പൊ വന്നു? ഈ 10-60 വർഷത്തോളം ഇയാളെ ഈ പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവിന്റെ മുത്തശ്ശൻ നെഹ്റു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. അയാൾ അന്ന് അത് പാടില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് ശേഷം വന്ന അയാളുടെ മകള് ഇന്ദിരാഗാന്ധിയും പറഞ്ഞു അത് പാടില്ല. ഇന്ദിരാഗാന്ധിയുടെ മകനും പറഞ്ഞു അത് അങ്ങനെ ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംഗതികളും തകിടം മറിയും, അങ്ങനെ ഒരു വിഭജിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കാശിൽ നിർത്തരുത് എന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു? ഈ പ്രതിപക്ഷ നേതാവിന്റെ തന്നെ പഴയൊരു വീഡിയോ ഞാൻ കണ്ടു. അയാൾ പറയുന്നുണ്ട്, ഞാൻ ആൾക്കാരെ വീടുകളിലേക്ക് പോകാറുണ്ട്, ആൾക്കാരെ വീടുകളിൽ ഞാൻ പോയി താമസിക്കാറുണ്ട്. പക്ഷെ ആ താമസിക്കാൻ ഞാൻ പോകുമ്പോൾ, അവിടെ നിൽക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവര് ബ്രാഹ്മണനാണോ, ഹരിജനാണോ, അല്ലെങ്കിൽ
അത് പിന്നെ ആദിവാസിയാണോ എന്ന് നോക്കിക്കൊണ്ടല്ല ഞാൻ പോകാറ്. ഞാൻ അവരുടെ മനുഷ്യനായി കണ്ടുകൊണ്ടാണ് ഞാൻ പോകാറെന്ന് ഈ പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. അന്ന് അയാള് കോൺഗ്രസിന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്തോ ആണ്. പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സെൻസസ് ഉണ്ടാവാൻ പാടില്ലെന്ന് ശക്തമായി പറഞ്ഞ ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. ഇന്ന് ആ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തന്നെ അയാളോട് ചോദിച്ചു, നിങ്ങളെ ജാതി തന്നെ അറിയില്ല, പിന്നെ നിങ്ങൾ ഈ മറ്റുള്ളവരെ ജാതി ചോദിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? നിങ്ങൾക്ക് നിങ്ങളെ ജാതി അറിയുന്ന ഒരു ചോദ്യം വരെ ഉണ്ടായി. അതൊക്കെ അനാവശ്യമായ ചോദ്യമാണ്. കാരണം നമ്മള് അത് അയാൾ ചോദിക്കാൻ പാടും. അയാൾ പറഞ്ഞത് എന്നെ അവഹേളിച്ചു. അപ്പൊ അയാൾക്ക്, പ്രതിപക്ഷ നേതാവിന് മറ്റുള്ളവരുടെ ജാതി ചോദിക്കാം. മറ്റുള്ളവരുടെ വീടുകളിൽ കയറി ഇറങ്ങി ഏതാ ജനിച്ചത്, നായരാണോ, നായരിൽ ഏതിലാ പെടുക, വാണിയനാണോ, ചക്കാട്ടലാണോ, അങ്ങനെ പലതും ചോദിക്കാം. അല്ലെ ഈഴവനാണോ, അല്ലെങ്കിൽ മേനോനാണോ, നമ്പ്യാരാണോ, ബ്രാഹ്മണനാണോ എന്നൊക്കെ ചോദിച്ച് അതിന്റെ ഉപജാതികളൊക്കെ ഉണ്ടെങ്കിൽ ആ ജാതി ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യണം എന്നാ പറയുന്നത്. എന്താണ് അതിന്റെ ആവശ്യം? നമ്മളെ വീണ്ടും ആ ജാതീയ ചിന്താഗതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഒരു കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഈ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ തന്നെ ഉദ്ദേശം ഭാരതത്തില് ഭാരതീയനുണ്ടാകണം, അല്ലാതെ ഒരുപാട് ജാതികളും ഉപജാതികളുമായിട്ടുള്ള ഒരു കൂട്ടം ഉണ്ടാകുകയല്ല വേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണത്. അങ്ങനെ ഹിന്ദുക്കൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരേ പാത്രത്തിൽ ഊണ് കഴിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കണം. ഇതൊക്കെ ഈ വൃത്തികേടുകളൊക്കെ ഇവർ ഭരിക്കുന്ന സമയത്ത് ഒരുപാട് വൃത്തികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ ഒരു ദിവസം രാവിലെ ഒരു 10 വർഷം ബി ജെ പി ഭരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ RSS വളർന്നത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു 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 ഇതന്നെ നമ്മൾ ജാതികളൊന്നും. ഇപ്പൊ ഞാന് എന്റെ മകനെ ചെറുപ്പത്തിൽ, എന്റെ കാര്യം ഒന്ന് പറയാലോ, എന്റെ മകന് സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോയ സമയത്ത് എന്റെ ഭാര്യക്ക് പേരിന്റെ കൂടെ വാല് വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. പറ്റില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് ഞാൻ മാറ്റിയവനാണ്. കാരണം ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ്. പറ്റില്ലെന്ന് പറഞ്ഞു. അത് സാധിക്കില്ല, അത് വേണ്ട. അതുപോലെ നിങ്ങളെ മറ്റേ നേതാവ് വെച്ചിട്ടുണ്ട്, ഈ നേതാവ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ പണ്ട് കാലത്ത് അവർ വെച്ചതായിരിക്കാം. പുതിയ തലമുറകളിൽ പുതിയതായി വരുമ്പോ ഇനി ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ എന്റെ മകനും അങ്ങനെ ഒരു വാല് വെക്കണ്ട. അവര് വേണമെന്ന് ഇനി തോന്നുകയാണെങ്കിൽ അവൻ വലുതായിട്ട് അത് ഗസറ്റിലോ മറ്റോ പാസ്സാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം വെക്കുന്നുണ്ട്, വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. അതേ തരത്തില് ഒരുപാട് ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്ത് പറയുന്നു, ഇതൊന്നും വേണ്ട, നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കണം, ആ ഒരു കൺസെപ്റ്റിലായിരിക്കണം വളർത്തിയെടുക്കേണ്ടത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ് ഹിന്ദുക്കൾ ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്യാൻ, ഒരുമിച്ച് എല്ലാവരും കൂടി ഒന്നാവാൻ തുടങ്ങുന്നതിന്റെ ഒരു തുടക്കം ഇവിടെ കണ്ടു തുടങ്ങിയപ്പോഴുള്ള ഒരു വിരളി പൂണ്ടലാണിത്. ഒന്ന് വിരളി പൂണ്ടാൻ തുടങ്ങി, വിരളിയാണ് ഇങ്ങനെ മിടിപ്പ് വരികയാണ് നെഞ്ഞിന്റെ അകത്ത്. കാരണം ഈ പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വിരലി പൂളുകയാണല്ലേ, ഇങ്ങനെ ബേജാറാ. ആ പാർലമെന്റിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വിറക്കില്ലേ. ആലോചിച്ച് നോക്കണം നിങ്ങള്. അയാൾ തന്നെ പറഞ്ഞതാണ്, അയാളെ മുത്തച്ഛനും പറഞ്ഞാണ്, അയാളെ അമ്മമ്മയും അയാളെ അച്ഛന്റെ അമ്മയും പറഞ്ഞതാണ്, അച്ഛനും പറഞ്ഞ എല്ലാരും പറഞ്ഞതാണ്, ഇത് പാടില്ല. അപ്പം BJPയുടെ മണ്ഡൽ വോട്ടിനെയാണ് ടാർഗറ്റ്. അങ്ങനെ BJPനെ ഈ ഹിന്ദു കൺസോളിഡേഷനെ ഇല്ലാതാക്കി അതിനെ ഒരു 100 മാറ്റി നാട്ടിലെ പഴയ ജാതീയതയിലേക്ക് വീണ്ടും കൊണ്ടുപോയി ഇതിനെയൊക്കെ കുട്ടിച്ചോറ്. അതിൽ പറയുന്നത് എന്താ, ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ പല കാര്യങ്ങളൊക്കെ നേടാനും പിടിക്കാനും വേണ്ടി ഈസിയാണെന്നാ. എന്ത് ഈസി? നമ്പൂതിരിയെ വീണ്ടും നമ്പൂതിരിയാന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ അതിലേക്ക് തന്നെ പോവുകയാണ്.
പാവപ്പെട്ടവനും ഒന്നുമില്ലാത്ത ഈ ജാതിയുടെ പേരില് പാവപ്പെട്ട നമ്പൂതിരിയും കഷ്ടത അനുഭവിക്കുന്ന ഒരു രാജ്യമാണിത്. ഒന്നുമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നമ്പൂതിരി വരെ ഇവിടെ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടാണിത്. ആ നാട്ടിന്റെ ആ വ്യവസ്ഥയൊക്കെ മാറ്റുവാൻ വേണ്ടി ഒരു പ്രസ്ഥാനം എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് അതിനെ ഇത്രയും കാലം ഭരിച്ചിട്ട് ഈ നാട്ടിൽ ഇതിന് ജാതീയ വ്യവസ്ഥയ്ക്കും ഇങ്ങനത്തെ നാട്ടിനെ പുരോഗമനത്തിൽ എത്തിക്കാൻ പറ്റാത്തവർ ഇന്ന് കരയുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ ഒരു ട്രൈബൽ ഇതിൽ നിന്ന് വന്ന ഒരാളെയാണ് ആക്കിയിരിക്കുന്നത്. OBC ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. 27% MP-മാരും ഇതാണ്, OBC ആണ്. ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട്, ഷെഡ്യൂൾ ട്രൈബ് ഉണ്ട്, എല്ലാം ഉണ്ട്. BJP എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടുള്ളതാണ്, എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണത്. അവിടെ അങ്ങനെ ജാതീയതയൊന്നും നോക്കിയിട്ടല്ല ഇതൊന്നും നടക്കാറ്. പിന്നെ ഉണ്ടാവും പ്രായമായ ആൾക്കാരുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ബ്രാഹ്മണത്വം ഒക്കെ ഉണ്ടാവും. നായരാണെങ്കിൽ നായരെന്ന ചിന്ത ഉണ്ടാകും. അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഇത് ഒരു വിപ്ലവമാണത്. ആ വിപ്ലവം തുടങ്ങി വെച്ചിട്ട് കാലങ്ങളായി. അതിൻ്റെയൊക്കെ ഒരു വിജയം കണ്ടുവരുമ്പോൾ ആ വിജയം കൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് മൂലക്കിരിക്കേണ്ട ഗതികേടിലേക്ക് പോയപ്പോഴുണ്ടായ ആ ഒരു പൊട്ടിത്തെറിയാണിത്. എന്തായാലും പ്രതിപക്ഷ നേതാവേ, ഇങ്ങനെ ഇതിനൊന്നും വേണ്ടി വെറുതെ ശബ്ദമുയർത്തുന്ന വിഡ്ഢിത്തത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു നേതാവായി മാറരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കർണാടകയിൽ 2018 നിങ്ങൾ ഒരു സെൻസസ് എടുത്തിരുന്നു. ഒക്കലിംഗർ, ലിംഗായത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ജാതികളും ഉപജാതികളും ബ്രാഹ്മണന്മാരും ഒക്കെ ആയിട്ടുള്ള എല്ലാ സെൻസസ് എടുത്ത് നിങ്ങളെ കയ്യിലുണ്ടല്ലോ. വൈ യു ആർ നോട്ട് പബ്ലിഷിംഗ് ഇറ്റ്? എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നില്ല? ധൈര്യമുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് ഇതൊരു മാതൃകയാക്കി ഇവിടുന്ന് തുടങ്ങൂ. സാധിക്കില്ല, മുട്ടടിക്കും. വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ തുടങ്ങും, എന്നിട്ട് നിങ്ങളത് പബ്ലിഷ് ചെയ്യും. നിങ്ങളെ കൊണ്ട് സാധിക്കില്ലത്, ആ സ്റ്റേറ്റ് സമ്മതിക്കില്ല. അപ്പൊ ഇതിനു വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഈ ജാതിക്കാർക്ക് പല ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സെൻസസ് എടുക്കുന്നതിനെ എതിർക്കുന്നത് BJP ആണ്. ആ BJP ആണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. അവരെ ഓട്ടിച്ചുകൊണ്ട് എന്നെ ഒന്ന് പ്രധാനമന്ത്രി ആക്കൂ ചേട്ടാ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഒരു കരച്ചിലാണ്. ഏതായാലും ആ ഒരു പ്രധാനമന്ത്രി പദത്തിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഈ ജാതീയത, ആ ഒരു ഇഞ്ചക്ഷൻ, ആ ഒരു വൈറസ്, കൊറോണ പോലെയുള്ള ആ ഒരു വൈറസിനെ നിങ്ങൾ ഇനിയും ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് ജനങ്ങളെ നശിപ്പിക്കരുതേ എന്ന്, ജനങ്ങളെ വീണ്ടും വിഘടിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് ഒരു അഭ്യർത്ഥനയാണ്, ഒരു വല്ലാത്തൊരു അഭ്യർത്ഥനയാണത്. ഹിന്ദുവിനെ ഹിന്ദുവായി ജീവിക്കാൻ സമ്മതിക്കൂ കോൺഗ്രസേ എന്ന് എനിക്ക് പറയാനുള്ളത്. പ്ലീസ്, ഹിന്ദുവിനെ ഹിന്ദുവായി ജീവിക്കാൻ സമ്മതിക്കൂ. നിങ്ങളുടെ കൂട്ടത്തിലും ഹിന്ദു നാമധാരികളായ കുറെ ഹിന്ദുക്കൾ ഉണ്ടാവും. നാമധാരികളാണെന്നേ ഉള്ളൂ. അവർക്ക് ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിനെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയോ യാതൊരു ബോധവും ഇല്ലാത്തവരാണ്. അവർക്ക് ഭരണം വേണം, കൈയിട്ട് വാരണം. അതിനുവേണ്ടി വലിയ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന, അതിൽ ഞങ്ങൾ ആദിവാസികളുണ്ട്, ഞങ്ങൾ ST ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, നായരുണ്ട്, തീയരുണ്ട്, ബ്രാഹ്മണരുണ്ട്, നമ്പൂതിരിയുണ്ട്, അങ്ങനെ അതിൻ്റെ ഇടയിലുള്ള മാരാറ് അങ്ങനെ പല 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 ഉപജാതികളുണ്ട്, ജാതികളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ പണ്ട് കാലത്തെ ഉണ്ടായി തുടങ്ങി കിടക്കുന്നതാണ്. അതിനെയൊക്കെ അടിച്ച് കീറി വലിച്ചെറിയണം. ആ ജാതീയതയെ വലിച്ചെറിഞ്ഞുകൊണ്ട് രാജ്യത്ത് ഹിന്ദു എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗം ഉണ്ടാകണം. അതുണ്ടായി കഴിഞ്ഞാൽ BJPയുടെ
വളർച്ചയെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുവിനെ ഹിന്ദുവായി ജീവിക്കാൻ, ഹിന്ദു എന്നൊരു ഐഡന്റിറ്റി, ജാതീയതയില്ലാതെ ഹിന്ദു എന്ന ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കാത്തത് എന്നാണ് എനിക്ക് സംശയം. പ്ലീസ്, അതുകൊണ്ട് കോൺഗ്രസ് എന്ന ആ ഒരു മഹാപ്രസ്ഥാനം ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് ഹിന്ദുവിനോട് ഒരു 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 എന്താ പറയണ്ടേ, ഹിന്ദുവിനെ നശിപ്പിക്കുന്ന ആ ഒരു പ്രവണത ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അഭ്യർത്ഥനയാണ്. ഇതെന്റെ മാത്രമല്ല, ഹിന്ദു സമൂഹത്തിന്റെ കൂടി അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യേണ്ടി വന്നത്. അതിലൊക്കെ നിങ്ങളോട് പാർലമെന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ വളരെ ഘോഷഘോരം പ്രസംഗിക്കുന്നത് കണ്ടു. ഒരുപാട് ആൾക്കാർ നിങ്ങൾ എതിർക്കുന്നത് കണ്ടു. നിങ്ങൾ ബി ജെ പിയെ എതിർത്തോ? ബി ജെ പിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ബി ജെ പിയെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ വേറെ എന്ത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ എതിർക്കോ? അവിടെ ജാതീയത കളിച്ചുകൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കരുതേ പ്രതിപക്ഷ നേതാവേ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെയും കാണാം. ഇതേ തരത്തിലുള്ള ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരും. ഇത് ജനത്തിന്റെ ശബ്ദമാണ്. നമസ്തേ.